എന്തായാലും അമ്മച്ചി പറയുന്നത് അമ്മച്ചി ആരും തന്നെ നോക്കുന്നില്ല. അമ്മച്ചിയെ കൊച്ചുമക്കളെല്ലാം ചീത്ത വിളിക്കുന്നു, അനാവശ്യം പറയുന്നു. അമ്മച്ചിക്ക് ആ വീട്ടിൽ നിൽക്കാൻ വയ്യ. അങ്ങനെയാണ് കാനഡയിലുള്ള നമ്മുടെ കൊച്ചുമോളെ നാട്ടിലേക്ക് വരുത്തുന്നത്. കൊച്ചുമോളാണെങ്കിൽ കേൾക്കേണ്ട താമസം പെട്ടിയും കിടക്കയും എടുത്ത് നേരെ കാനഡയിൽ നിന്ന് കുറ്റിയും പറിച്ച് നാട്ടിലേക്ക് എത്തി. എത്തിയ പാടെ കൃഷ്ണകുമാറിനും ഫാമിലിക്കും ഇട്ട് നല്ല ഒന്നാം തരം ഒരു പണി അങ്ങ് വെച്ച്. നമ്മുടെ കൃഷ്ണകുമാറും ഫാമിലിയും അമ്മുമ്മയെ നോക്കുന്നില്ല, അമ്മുമ്മയെപ്പറ്റി അനാവശ്യങ്ങൾ പറയുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് അമ്മുമ്മയുടെ വാഗൊണ്ട് തന്നെ പറയുന്ന ഒരു വീഡിയോ ഉണ്ടാക്കി അങ്ങ് യൂട്യൂബിൽ അങ്ങ് ഇട്ട്. എന്തായാലും വീഡിയോ കയറി കൊളുത്തി. നാട്ടുകാർ നമ്മുടെ അഹാന കൃഷ്ണനെയും ഫാമിലിയും എല്ലാം കൂടെ കയറിയിട്ട് അങ്ങ് പൊങ്കാലയിടാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ അഹാന ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്ന്. പക്ഷേ ആ എക്സ്പ്ലനേഷനിൽ അഹാന നല്ല കൃത്യമായിട്ടും ഈ അമ്മച്ചി എന്തൊക്കെ പണികളാണ് അവർക്ക് കൊടുത്തിട്ടുള്ളതെന്നും എന്തുകൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്നും ഈ അമ്മച്ചിയോട് അത്രയ്ക്കുള്ള സോഫ്റ്റ് കോർണറൊന്നും ഇല്ലാത്തതെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അഹാനയാണ് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്. കാരണം പറഞ്ഞിടത്തോളം അമ്മച്ചി അത്ര വെടിപ്പൊന്നുമല്ല. കൊച്ചുമക്കളെയൊക്കെ പറ്റി വളരെ മോശം അഭിപ്രായമാണ് പറയുന്നത്. ഇനി അഹാനയും മറ്റ് മഹാനയുടെ സിസ്റ്റേഴ്സിനെ എല്ലാം പറ്റി അത്യാവശ്യം നല്ല രീതിയിലുള്ള അപരാധങ്ങളാണ് നമ്മുടെ ഈ നല്ല അമ്മുമ്മ പറഞ്ഞു പരത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഹാനയ്ക്കും ഫാമിലിക്കും ഈ അമ്മച്ചിയെ അത്ര തന്നെ പിടുത്തമില്ല. അതുകൊണ്ട് തന്നെ അവർ ജെനുവിനായിട്ട് പറയുന്നുണ്ട് അവർക്ക് ഈ അമ്മച്ചിയുമായിട്ട് അത്ര നല്ല ബന്ധമില്ല. അതേ സമയത്ത് ഈ കാനഡയിൽ നിന്ന് വന്ന കൊച്ചുമോളുണ്ടല്ലോ, കൊച്ചുമോൾക്കാണെങ്കിൽ ഈ അമ്മച്ചിയുമായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആണ്. അതുമാത്രമല്ല ഈ കൊച്ചുമോളെ കൊച്ചിലേ തൊട്ടേ നോക്കിയത് ഈ അമ്മച്ചിയാണ്. കൊച്ചുമോൾക്ക് എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസ് ഉണ്ട് അമ്മയായിട്ടും അച്ഛനുമായിട്ടും, അതിനെപ്പറ്റിയൊന്നും സംസാരിക്കുന്നില്ല. അതൊക്കെ അവരുടേതായ വ്യക്തിപരമായ കാര്യം. നമുക്കിപ്പോൾ മൊത്തത്തിലൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഈ കൊച്ചുമോൾക്ക് ഇങ്ങനെ ഫാമിലി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് അമ്മാമ്മയും അപ്പൂപ്പനുമാണ് ഈ കൊച്ചുമോളെ പണ്ട് തൊട്ടേ നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കൊച്ചുമോളും അമ്മാമ്മയായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആണ്. അതിനുശേഷം ഇവരുടെ അപ്പൂപ്പൻ മരിച്ചു പോവുകയും ഈ അമ്മുമ്മ ആ വീട്ടിൽ ഒറ്റയ്ക്കാവുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അമ്മുമ്മയെ നോക്കാനായിട്ട് പല പല ആൾക്കാരെയൊക്കെ വെച്ചിട്ടുണ്ട്. അവർക്ക് നമ്മുടെ അഹാനയുടെ അമ്മയായ സിന്ധു തന്നെയാണ് പൈസയൊക്കെ കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഈ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി തന്നെയാണ് നോക്കുന്നത്. ഇവരുടെ ഈ സംസാരം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പൈസ കൊടുക്കുന്നുണ്ട്, ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ചില അമ്മച്ചിമാർക്ക് വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന ഒരു സൂക്കേടുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ കാണുമല്ലോ ഇതേ കണക്കത്തെ അമ്മച്ചിമാർ. എല്ലാ അമ്മച്ചിമാരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. എല്ലാ അമ്മച്ചിമാരും ഒരു പ്രായം കഴിയുന്ന സമയത്ത് മക്കളെയും ചെറുമക്കളെയൊക്കെ നല്ല രീതിയിൽ കുത്താൻ തുടങ്ങും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മക്കളോട് മാത്രമായിരിക്കും സ്നേഹം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊച്ചുമക്കളോട് മാത്രമായിരിക്കും സ്നേഹം. അങ്ങനെ എല്ലാ വീട്ടിലും കാണും. ഒരു വീട്ടിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മച്ചിമാരും ഇല്ല. എല്ലാം മറ്റേ സിനിമയിൽ കാണും പോലെ അമ്മച്ചിമാരെല്ലാം കൊച്ചുമക്കളും അല്ലെങ്കിൽ മക്കളോടെല്ലാം ഒരേപോലെ സ്നേഹം, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതേ ഫാമിലിയിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് പറയുന്ന കേട്ടാൽ തന്നെ മനസ്സിലാവും. ഈ കാനഡയിൽ നിന്ന് കുറ്റിയും പറിച്ചു വന്ന കൊച്ചുമോളെയാണ് നമ്മുടെ അമ്മൂമ്മയ്ക്ക് വലിയ കാര്യം. അല്ലാതെ ഈ അഹാനെയും മറ്റ് ടീംസിനെയും ഒന്നും ഈ അമ്മൂമ്മയ്ക്ക് എത്ര കാര്യമൊന്നുമില്ല. അതിൻ്റെ ഒരു ചൊറിച്ചിൽ ഇതിനകത്ത് നല്ല പോലെയുണ്ട്. അതുമാത്രമല്ല ഈ വയസ്സായ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനെ ഫോൺ റെക്കോർഡ് ചെയ്ത് അത് നാട്ടുകാരുടെ മുന്നിലേക്ക് എടുത്തിട്ട് സ്വന്തം കുടുംബത്തിൻ്റെ തന്നെ നാറ്റിക്കാൻ വേണ്ടി പോകുന്നത് വളരെ വൃത്തികെട്ടൊരു പരിപാടിയാണ്. പിന്നെ അതാ കൊച്ചുമോളുടെ ഇഷ്ടം, നമുക്കതങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ എന്തിനാണ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതെന്ന്. എന്തായാലും ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി പടക്കക്കടയ്ക്ക് തീ കൊളുത്തൊരവസ്ഥയാണ്. അമ്മാതിരി അധിക്ഷേപവും ട്രോളുകളുമാണ് നമ്മുടെ അഹാനയ്ക്കും ഫാമിലിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഹാന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്ന് ആ എക്സ്പ്ലനേഷൻ വീഡിയോ കാണുന്ന എല്ലാവർക്കും അഹാനയുടെ ഭാഗത്താണ് 100% ശരിയെന്ന് തോന്നും. കാരണം എല്ലാവരുടെ വീട്ടിലും ഇതേ കണക്ക് ഓരോ കുരുട്ട് പിടിച്ച അമ്മച്ചിമാരുണ്ട്. അവർക്ക് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടുകാരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയണമെന്ന് തോന്നും. അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും ഈ അമ്മച്ചി ഇതുപോലത്തെ വേണ്ടാതിരങ്ങൾ കാണിച്ചതെന്ന് എല്ലാവർക്കും വിചാരിക്കും. കാരണം അഹാനയും അത് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാധാരണക്കാർക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ഇന്നലെ തൻവി ഒരു വീഡിയോയുമായിട്ട് വന്നു. ആ ഒരൊറ്റ വീഡിയോ കാരണം ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇന്നലെ വരെ കൃഷ്ണകുമാറിനും ഫാമിലിക്കും കിട്ടിക്കൊണ്ടിരുന്ന ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അഹാനയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സപ്പോർട്ട് ഒറ്റ വീഡിയോ കൊണ്ട് അങ്ങ് നശിച്ചു പോയി. കാരണം അഹാന നമ്മുടെ തൻവി ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ടും ഈ അമ്മുമ്മയെ ചീത്ത പറയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അത് വളരെ മോശമായിപ്പോയി. അവരിനി എത്ര വയസ്സായ സ്ത്രീയാണ് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളെ ചൊറിയുന്നുണ്ടെന്ന് പറഞ്ഞാലും ചീത്ത വിളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആ ഒരൊറ്റ സംഭവം കാരണം ഇന്നലെ വരെ നമ്മുടെ അഹാനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന നാട്ടുകാരെല്ലാവരും അഹാനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാറി. ഈ അമ്മച്ചി അഹാനയെ പറ്റിയും ബാക്കിയുള്ള പെൺപിള്ളേരെ പറ്റിയും എന്തൊക്കെയോ നല്ല രീതിയിൽ കഥകൾ അടിച്ചിറക്കിയിട്ടുണ്ട്. അത് അഹാന പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാവും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയുടെ അമ്മയാണ്, അതായത് അഹാനയുടെ മുത്തശ്ശി.
ഒരു മുത്തശ്ശിക്ക് കൊടുക്കേണ്ട ഒരു വാല്യൂ ഒക്കെ കൊടുക്കണം. ഇപ്പം എന്തൊക്കെ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞാലും അതവരുടെ ഏജ് കണക്കാക്കി അങ്ങ് വിട്ട് കളയണം. നല്ല രീതിയിൽ അപരാധം പറയും, അല്ലെങ്കിൽ നല്ല രീതിയിൽ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും, മനസ്സിലാവും. പക്ഷേ തെറി വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആ തെറി വിളിച്ചതിൽ മാത്രമാണ് എല്ലാവർക്കും ഒരു വിയോജിപ്പുള്ളത്. പേഴ്സണലി എനിക്കും. അതുവരെ അഹാനയുടെ കൂടെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ തെറി വിളിച്ച കാര്യം മാറ്റി നിർത്തി ബാക്കി എല്ലാ കാര്യത്തിലും അഹാനയുടെ കൂടെയാണ്. പക്ഷേ തെറി വിളിച്ചത് മോശമായിപ്പോയി. കാരണം ഒരു വയസ്സായ സ്ത്രീയല്ലേ, അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിവില്ലായ്മ കൊണ്ട് വിളിച്ച് പറയും. നമ്മളതിനെ കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെ ആ വഴിക്ക് തന്നെ വിട്ടേക്കുക. കാരണം അവരിന്ന് നിങ്ങളെപ്പറ്റി കുറ്റം പറയുമെങ്കിൽ നാളെ ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഒരു ചിരിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കണം. കാരണം അതുകൊണ്ടാണ് അവർക്ക് വയസ്സായത്. വയസ്സാവുന്ന സമയത്ത് കുട്ടികളുടെ സ്വഭാവമില്ലേ, അവരിതുപോലത്തെ പല വൃത്തികെട്ട പരിപാടികളും കാണിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അഹാനയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഹെയ്റ്റാണ് കിട്ടുന്നത്. എന്തായാലും ഞാൻ ഇന്നലെ തൻവിയുടെ മുത്തശ്ശിയും അല്ലെങ്കിൽ അഹാനയുടെ അമ്മുമ്മയും പറഞ്ഞ മുഴുവൻ ഭാഗങ്ങളും ഇവിടെ വയ്ക്കാം. നമുക്കത് കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം. കാരണം അത് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കത് കേട്ടപ്പോഴത്തേക്കും വിഷമമായി. കാരണം അമ്മൂമ്മ ആരുമില്ല എന്ന് പറയുന്നത് അപ്പൂപ്പം പോയതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് കൂട്ടിന് ആരുമില്ല. കാരണം അമ്മൂമ്മക്ക് ജോലിക്ക് നിൽക്കാൻ ആളുണ്ട്. പിന്നെ അമ്മൂമ്മേനെ സിന്ധുമ്മയുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി നിർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അമ്മൂമ്മയ്ക്ക് ഈ OCD എന്ന് പറഞ്ഞ സാധനം ഉള്ളതാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയുടേതായ രീതിയിലൊക്കെ വീട് വൃത്തിയാക്കാൻ ഉള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മു പറഞ്ഞ ആ കാര്യം സത്യമാണ്, അമ്മൂമ്മയ്ക്ക് OCD ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വീണതേ അമ്മൂമ്മയുടെ അടുത്താണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് പണ്ട് തൊട്ടേ ഈ അസുഖം ഉണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തപ്പോൾ മറ്റേ സ്പെഷ്യൽ നീഡ്സ് ആയ പ്രായമുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ അമ്മൂമ്മയുടെ OCD ഒക്കെ ഒന്നുമല്ല. അവിടെ നിന്ന് പിച്ചും മാന്തും അവിടെ പാമ്പർ മാറ്റും അതെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ അമ്മൂമ്മയുടെ ഈ OCD ഒക്കെ എനിക്കൊരു വലിയ കാര്യമായിട്ടേ തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ഹോം നേഴ്സിനെ സെറ്റ് ചെയ്യാൻ, വൃത്തിയാക്കാൻ ഒരാളെ സെറ്റ് ചെയ്യാം. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മൂമ്മ, ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ അമ്മൂമ്മയുടെ കൂടെയാണ് വളർന്നത്. അപ്പോൾ ഈ വീട് തൂക്കുന്നതും തുടയ്ക്കുന്നതും ഈ പാത്രം ഇതെല്ലാം എല്ലാ കാര്യവും അമ്മൂമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ അടുക്കള എനിക്ക് ആഹാരം വെക്കാൻ അറിയത്തില്ല. നിങ്ങൾ എൻ്റെ വ്ളോഗ്സ് കണ്ടു കാണും. എല്ലാ വീഡിയോയിലും യോജിയ ഫുഡ് വയ്ക്കുന്നത്. എന്നെ അവരതുപോലെ പൊന്നുപോലെ നോക്കി. ഇപ്പോൾ സിന്ധുമ്മയുടെ ഫാമിലിയിലും എൻ്റെ കസിൻസിനെ ഒന്നും അമ്മൂമ്മ അങ്ങനെ നോക്കിയിട്ടില്ല. എന്നെ നോക്കിയിട്ടുള്ളൂ. ബിക്കോസ് എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ ആഹാന വ്ളോഗിൽ എൻ്റെ അമ്മേനെ കുറിച്ച് പൊക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെയാണ് പെരുമാറിയത്. ബിക്കോസ് അവർ ഫേമസ് ആണ്. അതുകൊണ്ട് അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. കുഞ്ഞിലേ തൊട്ടേ എന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു കാര്യത്തിന് എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എൻ്റെ അമ്മ എന്നെയും കൊണ്ടുപോകാമോ എന്ന് പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്കറിഞ്ഞൂടെ, എൻ്റെ കാര്യം പോലെ അല്ലല്ലോ അവ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. എത്രയോ പേര് ഞാൻ ക്യാൻറ്റീനിൽ കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞവർ. ആ കല്യാണം കഴിഞ്ഞവർ എന്ന് വെച്ചാൽ അവരുടെ കൊച്ചുങ്ങൾ മൂന്നും, ഇപ്പം ഞാൻ സ്റ്റെപ്പ് കൊച്ചായിട്ട് വന്നാൽ പോലും അവരെൻ്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആണെങ്കിലും ദേ ആർ സ്റ്റിൽ മൈ സിബ്ലിങ്സ്. അവരെ നോക്കുന്ന പോലെയല്ലേ എന്നെ നോക്കേണ്ടത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എൻ്റെ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ പറയണേ നീ എൻ്റെ ചേച്ചിയുടെ മോളാണെന്ന്, എൻ്റെ മോളാണെന്നൊന്നും പറയല്ലേ, ആർക്കും അറിയത്തില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സ്ത്രീയാണ് അത്. ഓക്കെ, അവിടെയും ചാറ്റ് പ്രൂഫ് എൻ്റെ ഉണ്ട്. ഞാൻ എൻ്റെ ഡെലിവറിയുടെ അന്ന് പോലും എന്നോട് പറഞ്ഞ്, നീ ഈ വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, ഈ ശപിച്ച വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, നിനക്കൊന്നും കിട്ടാൻ പാടില്ല, നിനക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം എല്ലാ സാധനവും നീ എല്ലാവരോടും ഷെയർ. എനിക്കൊരു കല്യാണം പോലും ഇല്ലായിരുന്നു. എൻ്റെ ഇരുന്ന സ്വർണ്ണവും എല്ലാം എൻ്റെ അമ്മ വിറ്റ് അത് കാശാക്കിയിട്ട് അവസാനം എൻ്റെ പേരിൽ 1 ലക്ഷം ഉണ്ടായിരുന്ന പോലും അന്ന് വന്ന് പകുതി എടുത്തുകൊണ്ട് പോയി. എൻ്റെ അമ്മ എന്തിനാ എന്നെ കൊണ്ട് കുടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. അതേപോലെ ഇഷ്ടംപോലെ എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം അവർ വിറ്റ്. ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂശിയുടെ കല്യാണത്തിൽ വന്നപ്പോൾ എനിക്കിടാൻ ഒരു സ്വർണ്ണം പോലും ഇല്ല. ഞാനിപ്പോൾ നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഈ കമ്മലുണ്ടോ, ഇത് ഗോൾഡ് പോലും അല്ല. എൻ്റെ കാതിൽ അത് വീണ് ക്യാൻഡേ പോയി 2024 ഊരി വീണതാണ്. എനിക്ക് കാത് ഇടാൻ പോലും ഒരു കമ്മൽ കൂടി മേടിക്കാനുള്ള സമയമില്ലായിരുന്നു, സാഹചര്യം. ഇത് ഏതൊരു കമ്മലാണ്. ഇത് അടയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മേനെ അത്രയും പൊക്കി പറഞ്ഞതിന് എനിക്ക് പറയാനുണ്ടല്ലോ. എൻ്റെ എല്ലാ മെസ്സേജ് ചാറ്റും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതൊന്നും പബ്ലിക്ലി ഇടാൻ താല്പര്യമില്ല. പക്ഷെ ഇത്രയും പൊക്കി പറയുമ്പോൾ നമ്മളും പറയണ്ടേ. ഉദ്ദേശമുള്ളൂ ഇത് നിങ്ങൾ കറക്കി തിരിച്ച് സിന്ധു കൃഷ്ണ അവിടെ അമ്മേനെ നോക്കുന്നില്ല, അവിടെ തൻവിയുടെ അമ്മ അവരെ നോക്കുന്നില്ല, ഇവർ നോക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും അവർ നോക്കുന്നില്ല.
അതാണ് സത്യാവസ്ഥ എന്ന് വെച്ചാൽ അമ്മൂമ്മേനെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മൂമ്മ പ്രശ്നമാണ്. ഇവർക്കൊക്കെ അപ്പൂപ്പനെയാണ് കൂടുതൽ ഇഷ്ടം, അമ്മൂമ്മേനെ അത്രയും താല്പര്യമില്ല. അങ്ങനെ കാരണം അമ്മൂമ്മയ്ക്ക് എപ്പോഴും ഞാനാണ് വലുതെന്ന് പറഞ്ഞ് അമ്മൂമ്മേൻ്റെ എല്ലാ കാര്യവും നോക്കുമായിരുന്നു. സോ ബേസിക്കലി അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്നെ മാത്രമേ കൊച്ചുമോളെ മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളൊരു പരാതിയാണ്. കാരണം അമ്മൂമ്മ നോക്കുമ്പോൾ എൻ്റെ അച്ഛനില്ല, എനിക്ക് അച്ഛനില്ല. അമ്മയാണെങ്കിൽ അമ്മയുടെ കാര്യം നോക്കിപ്പോയി. എന്നെ ഞാൻ ചെന്നൈയിൽ നിന്നപ്പോൾ പോലും ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ചെന്നൈയിലാണ് നിന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ വരെ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ അച്ഛന് വേണ്ടി ഞാനങ്ങ് ചത്തിരുന്നെങ്കിൽ, ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ചത്തിരുന്നെങ്കിൽ 2 പേരുടെ ഫാമിലിക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവത്തില്ല. ഒരു കൊച്ചായിട്ടൊരു ഇരിക്കുന്ന ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും ആരും ഇല്ലാതിരുന്ന സമയത്താണ് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മ എന്നെ എടുത്ത് വളർത്തിയത്. അവരോട് എനിക്ക് നന്ദികേട് കാണിക്കാൻ പറ്റുമോ? ഇവർ തമ്മിൽ അടിയായി, ഓക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ അപ്പൂപ്പൻ മരിച്ചത്. അപ്പൂപ്പൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഓക്കെ ഈ അമ്മൂമ്മയുടെ കാര്യം എന്തെങ്കിലും ഒന്ന് തീരുമാനമാണ്. അമ്മൂമ്മ ഇനിയിപ്പോൾ എന്നെ ഒരു കത്തി എടുത്ത് കുത്തിയാലും എനിക്ക് അമ്മൂമ്മേനെ കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവരെന്നെ അത്രയ്ക്കും നോക്കിയതാണ്. അഹാനയായിട്ടുള്ള ഒരു ക്ലോസ്നെസ് അമ്മൂമ്മയ്ക്കില്ല. അമ്മൂമ്മയ്ക്ക് എന്നെ വളർത്തിയുണ്ട്, അമ്മൂമ്മയ്ക്ക് ആ ഒരു ക്ലോസ്നെസ് ഉണ്ട്. അതേപോലെ എനിക്ക് എൻ്റെ അമ്മ ഇല്ലാത്തതുകൊണ്ട് അമ്മൂമ്മയാണ് എനിക്ക് ആ ക്ലോസ്നെസ് ഉള്ളത്. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര അടിയായിട്ട് ഈ അമ്മു ഇത്രയും പറഞ്ഞില്ലേ, അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ പറഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്ത്. നല്ല അഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മൂമ്മ ഭയങ്കര ഇതാണെന്നോ അതാണ്. അമ്മൂമ്മേനെ കുറിച്ച് കൊച്ചുമോള് പറയുന്നതാ അഹാന. ഈ ചാറ്റൊക്കെ എൻ്റെ അവരെന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മേനെ പറയാം, അമ്മൂമ്മേനെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. all that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ് നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണതെന്ന് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് അഹാന അയച്ച ഒരു മെസ്സേജാണ്, Tanvi, your dear grandmother is the biggest bitch on earth. If you എനിക്ക് കളം എൻ്റെ കൊച്ചാണ് സത്യം ദഹാന അയച്ചേക്കുന്ന മെസ്സേജാണ്. If you all wish to see dad alive for some more time, please ask her to adjust. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് ഈ വീഡിയോസ് എല്ലാം കാണുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും, അമ്മുമ്മയും കൊച്ചുമോളായ തൻവിയും രണ്ടും കൽപ്പിച്ചാണ്. കാരണം അവരിനി കൃഷ്ണകുമാറിനെയും ഫാമിലിയും വലിച്ചു കീറാനായിട്ട് ഒന്നുമില്ല. പറ്റാവുന്ന എല്ലാ തരത്തിലും അവരുടെ ഫാമിലിയെ നാറ്റിക്കാവുന്നുള്ള എല്ലാ സംഭവവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നും കംപ്ലീറ്റ് ആയിട്ടും ഇവരുടെ ഭാഗത്താണ് ശരിയെന്ന്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, 2 പേരുടെ സൈഡും തെറ്റുണ്ട്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായ രീതിയിൽ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. ഇപ്പം എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അമ്മമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ഫാമിലി കാര്യം സോഷ്യൽ മീഡിയ കൊണ്ടിടാതിരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. നിങ്ങളായിട്ട് തന്നെ സ്വന്തം കുടുംബത്തിനെ നാറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് ശരിക്കും തോന്നിയത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഈ നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കൃഷ്ണകുമാറും ഫാമിലിയും പോയ ആ സമയം തൊട്ടാണ്. നമ്മുടെ ഈ കൊച്ചുമോള് അതായത് തൻവി ഉൾപ്പെടെ പലർക്കും ഇവരോട് നല്ല രീതിയിലുള്ള അസൂയ വരുന്നത്. കാരണം ആ ഒരു സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ വൈറലായൊരു സംഭവമാണ്. കാരണം നരേന്ദ്രമോദി നമ്മുടെ ദിയ കൃഷ്ണയുടെ കുഞ്ഞിൻ്റെ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തത്. അതൊക്കെ ഇവർക്ക് ഭയങ്കര ഒരു മൈലേജും ഒരു ഇമേജുമാണ് കൊണ്ടുവന്നത്. അതൊന്നും നമ്മുടെ തൻവിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ തൻവിയും സ്വന്തം സോഷ്യൽ മീഡിയ നന്നായിട്ട് വളർത്താനും നല്ല രീതിയിൽ പ്രശസ്തയാവാനും വേണ്ടി എന്തെങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പിലാണ് നമ്മുടെ ഈ അമ്മച്ചിയെ കണ്ടു കിട്ടുന്നത്. പിന്നെ അമ്മച്ചിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് കൃഷ്ണകുമാറിനെയും ഫാമിലിയെയും ഞാൻ നാറ്റിക്കും, അവൾ എൻ്റെ മോളാണ് അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമക്കളാണെങ്കിൽ അതൊന്നും എനിക്ക് വിഷയമില്ല, എല്ലാത്തിനെയും കുടുംബം അടക്കം ഞാൻ നാറ്റിച്ച് അടുക്കും, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു നമ്മുടെ അമ്മച്ചിക്ക്. എന്തായാലും അമ്മച്ചി കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഇനി ജീവിതകാലം മൊത്തം അവിടെ കിടന്നോളും. പണ്ടത്തെ പോലെയൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മരിച്ച് മണ്ണടിഞ്ഞ് ഇനി പുതിയ ജനറേഷൻ വന്നാൽ അത് അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് തന്നെ ഈ അമ്മച്ചി പറഞ്ഞ ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തന്നെ കിടക്കും.
എപ്പം നമ്മൾ കൃഷ്ണകുമാറിനെയും ഫാമിലിയെയും പറ്റി സെർച്ച് ചെയ്താലും ഈ അമ്മച്ചി പറഞ്ഞ കുറേ അധിക്ഷേപങ്ങൾ എന്നും ഇങ്ങനെ തന്നെ കിടക്കും. അത് ഈ ഫാമിലിയെ സംബന്ധിച്ച് ഒരു ചീത്തപ്പേര് തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല വിലയും നിലയും ഒക്കെ ഉള്ള കൃഷ്ണകുമാറും മക്കളുമൊക്കെ ഇങ്ങനെ സ്വന്തം അമ്മയെ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ സ്വന്തം അമ്മുമ്മയെ നോക്കിയിട്ടില്ല എന്നൊക്കെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതൊന്നും ചീത്തപ്പേര് തന്നെയാണ്. മലയാളികളൊന്നും ഒന്നും മറക്കാനൊന്നും പോണില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നു സ്വന്തം വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ചിലപ്പം ഈ അമ്മൂമ്മയ്ക്ക് കൊച്ചുമക്കൾ എപ്പോഴും കാണണമെന്ന് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ പരാതി പറഞ്ഞത്. അത് അവരോട് തന്നെ നേരിട്ട് പറയാമായിരുന്നു. നിങ്ങൾക്ക് ടൈം കിട്ടുന്ന സമയത്ത് അമ്മൂമ്മ ഒന്ന് കാണുക, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ട്രിപ്പിനൊക്കെ കൊണ്ടുപോവുക. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് സ്വന്തം കുടുംബം മൊത്തവും നാറ്റിച്ച് ഇപ്പം നാട്ടുകാർ മൊത്തവും നിങ്ങളെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യുന്നത്. എന്തിനായിരുന്നു? നിങ്ങളെ ഒരു പരിചയമില്ലാത്ത ഞാൻ പോലും നിങ്ങളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നില്ലേ? അങ്ങനെ നാട്ടിലെ സകലമാന ആളുകൾ നിങ്ങളെ ഓരോ രീതിയിലാണ് ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ കുറേ പേര് നിങ്ങളെ കുറ്റം പറയുന്നുണ്ട്, കുറേ പേര് കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയെ കുറ്റം പറയുന്നുണ്ട്. എന്തായാലും രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ട്. രണ്ട് പേരെയും നാട്ടുകാരെടുത്തിട്ട് ഒരേപോലെ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നോ? തൻവിക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടി നല്ല രീതിയിൽ പോകാനാണെങ്കിൽ വെറുതെ ഇതുപോലത്തെ വൃത്തികെട്ട കഥകൾ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല. നല്ലൊരു കൊച്ചുമോളായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ അതിനെ നല്ല രീതിയിൽ പരിഹരിക്കാൻ വേണ്ടി നോക്കിയേനെ. അപ്പം നിങ്ങൾ അതിൽ നിന്ന് എന്തൊക്കെയോ ലാഭം കൊയ്യാനാണ് നോക്കിയത്. അരി ഉണ്ണുന്ന മലയാളികൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. ഇത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് പോകാനാണെന്ന്. കാനഡയിലൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. പണ്ടത്തെ പോലെയല്ല കാനഡയൊന്നും. ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ കാശൊന്നും കിട്ടൂല, നല്ല രീതിയിൽ പണിയെടുക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ചെയ്യണേക്കാളും നല്ല രീതിയിൽ പണിയെടുത്താലേ ഡോളേഴ്സ് കിട്ടും. അതുകൊണ്ട് തന്നെ യൂട്യൂബൊക്കെ തുടങ്ങി നാട്ടിൽ കുറേ വീഡിയോസൊക്കെ ഇട്ട് സ്വന്തം കുടുംബത്തിന് തന്നെ നാട്ടിച്ച് നല്ല റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി നല്ല രീതിയിൽ ബിരിയാണി അരി ഉണ്ണാമെന്നായിരിക്കും നമ്മുടെ തൻവി വിചാരിച്ചിട്ടിരുന്നത്. 1-2 ആഴ്ച ഈ ഒരു കണ്ടന്റ് ഇട്ട് മുന്നോട്ട് പോകും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോരുത്തരെ പറ്റിയും സ്ക്രീൻഷോട്ടും അല്ലെങ്കിൽ വീഡിയോസും പൊക്കി കൊണ്ടുവരുമോ? ഇതൊക്കെ വീട്ടിൽ തന്നെ പരിഹരിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരുന്നു. വെറുതെ അതിനെ സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാറ്റിച്ച്. ഇപ്പം നിങ്ങൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരാഴ്ച കൊണ്ട് നമ്മുടെ അഹാനയ്ക്ക് ഏതാണ്ട് 50 ലക്ഷത്തോളം വ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. അത് അത്രയും നമ്മുടെ അഹാനയ്ക്ക് പൈസ ആയിട്ടേ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഈ നാറ്റിച്ചതിനേക്കാൾ ഇരട്ടി അവർക്ക് പൈസ ആയിട്ട് തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോണില്ല. അതേ സമയത്ത് നിങ്ങൾക്കാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ സോഷ്യൽ മീഡിയയും ചത്ത് സ്വന്തം കുടുംബവും തകർന്ന് ആകെ വല്ലാത്തൊരവസ്ഥയായിപ്പോവും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലത്തെ സ്വന്തം കുടുംബത്തിനെ നാറ്റിക്കുന്ന കണ്ടൻസ് ഇടാതെ നല്ല രീതിയിൽ അധ്വാനിച്ച് പണിയെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കണ്ടവൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അസൂയപ്പെടാനോ അല്ലെങ്കിൽ മറ്റവനിട്ട് പണി കൊടുത്ത് സ്വന്തം കുടുംബത്തിൻ്റെ തന്നെ നാറ്റിക്കാനോ അല്ലെങ്കിൽ വയസ്സായ അമ്മമ്മമാരെയൊക്കെ പിടിച്ച് വീഡിയോസ് ഇട്ട് എന്തിനാണ് വെറുതെ അവർക്കൂട്ട് ശത്രുക്കളെ ഉണ്ടാക്കി കൊടുക്കുന്നത്? അതുകൊണ്ട് ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ നോക്കൂ.